ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അതും വെറും 10 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലം പക്കാവടയുടെ റെസിപ്പിയാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു നാടൻ പക്കാവടയുടെ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇത് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണ്. ഇത് നല്ല കറുമുറാന്ന് പറഞ്ഞ് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് അളവിൽ കടലമാവാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് കറിവേപ്പില വേണം. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി വേണം. കറിവേപ്പില എത്രയും ഉണ്ട് അത്രയും തോനെ ചേർത്താൽ നല്ലതായിരിക്കും. പിന്നെ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ച് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. പിന്നെ വേണ്ടത് റൈസ് പൗഡറാണ് വേണ്ടത്. ഇത് ഞാൻ എടുത്തേക്കുന്നത് പത്തിരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാൻ ഈ 1 കപ്പ് അളവിന് ഞാൻ ഇടത്തില്ല. ഒരു 3/4 കപ്പ് അളവിനൊക്കെ മതി. 1 കപ്പ് കടലമാവിന് ഒരു 3/4 കപ്പ് അളവിൽ റൈസ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് ഇനിയിപ്പോൾ റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാവേ. ഒരു 3/4 കപ്പ് അളവിനൊക്കെ ഞാൻ റൈസ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കറക്റ്റ് ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇടയ്ക്കൊന്നും നമുക്കിത് കുഴച്ച് കഴിഞ്ഞാൽ ചേർക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഞാൻ വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മുടെ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് നല്ല കാശ്മീരി ചില്ലിയാണ് വേണ്ടത്. അതൊരു 2 സ്പൂൺ അളവിൽ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പക്കാവടയുടെ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എരിവുള്ള മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയേ. ഞാനിപ്പോൾ 2 സ്പൂണും കാശ്മീരിയാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് പൗഡറും പൊടികളും എല്ലാം ഒന്ന് ജോയിൻ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമേ. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ ഈ ഇടച്ചിലിൻ്റെ അകത്ത് ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് ഇടഞ്ഞെടുത്താൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് ഇടഞ്ഞാൽ മതി. പിന്നെ നമുക്കിതിനി ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാവേ. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. കുറേ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്കത് കുഴയ്ക്കുമ്പോൾ ചിലപ്പം വെള്ളം കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമ്മളതൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ ഇപ്പോൾ 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം. 1/2 കപ്പ് അളവ് വെള്ളമൊക്കെ മതിയായിരുന്നു ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അങ്ങനെ ഇനി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട. ഈ ഒരളവിൽ നന്നായിട്ട് ഒന്നില്ല അരിഞ്ഞു വരുന്ന രീതിയിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണമേ. ഇനി നമ്മുടെ കയ്യിൽ ഒട്ടത്തില്ല. നല്ല ഒട്ടുന്ന പരുവെന്ന് പറയുമ്പോൾ ആ ഒരു പരുവം വെള്ളം കൂടുമ്പോഴാണ് നമ്മുടെ കയ്യിൽ അത് ഒട്ടിപ്പിടിക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിൽ ഞാനിതിപ്പം കുഴച്ചെടുത്തിട്ടുണ്ട്. അന്ന് ഒത്തിരി കട്ടിയാവുകയും ചെയ്യരുത്. നല്ല ഒരു സോഫ്റ്റ് പരുവത്തിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് മുറുക്കിൻ്റെ അച്ച് എടുക്കാം. എൻ്റെ കയ്യിൽ മുറുക്കിൻ്റെ അച്ചില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ നമ്മുടെ ഫുഡൊക്കെ കൊണ്ടുവരത്തില്ല, പാക്ക് ചെയ്ത് വരുന്ന അതിൻ്റെ ഒരു മൂടിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാനൊരു അച്ചിൻ്റെ അളവിൽ ഇതുപോലെ വെച്ചൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ പറഞ്ഞ പോലെ മുറുക്കിൻ്റെ അച്ചൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ ആ മുറുക്കിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക്കിൽ വെട്ടിയെടുത്തത് മാത്രമായിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ മാവ് ഇടുമ്പോഴത്തേക്കിന് ആ ഒരു ടൈറ്റ് താഴോട്ട് വരുമ്പോഴത്തേക്കിന് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഇനി വിട്ട് വരും. അതിൽ നല്ലത് നമ്മൾ ഇതുപോലെ നല്ല വലിയൊരു ഹോളുള്ള ഏതെങ്കിലും ഒരു അച്ച് ആദ്യം ഇട്ടിട്ട് താഴെ ഇതുപോലെ നമ്മൾ ആ പ്ലാസ്റ്റിക്കിൽ വെട്ടിയ ആ അച്ചും കൂടി ഇട്ട് ഇതുപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ഇനി ഞാനൊരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയിലൊക്കെ നമ്മളിത് പക്കവടയൊക്കെ പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന കറിവേപ്പില നമുക്കൊന്ന് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഫസ്റ്റ് നമ്മൾ കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പക്കാവടയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ കറിവേപ്പില നമ്മൾ കോരിയെടുക്കേണ്ടത്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. ആ കറിവേപ്പിലയൊക്കെ ആ ഒരു വെളിച്ചെണ്ണയിൽ നല്ല മണത്തിൽ നിൽക്കും. ഇപ്പോൾ ഞാൻ അങ്ങനെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ ഒന്ന് എണ്ണയിൽ കാണിച്ചൊന്ന്
അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വെളുത്തുള്ളി നമ്മൾ മൂപ്പിച്ചെടുക്കണം. അന്നേരം ആ വെളുത്തുള്ളിയുടെ മണവും ആ കറിവേപ്പിലയുടെ മണവും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പക്കാവടയ്ക്ക്. ഇതാ വെളുത്തുള്ളി ഇതാ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ആ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മൾ പക്കാവടയും പീച്ചി കൊടുക്കുന്നത്. അന്നേരം നമ്മുടെ ആ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലിൻ്റെയൊക്കെ മണം നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഇച്ചിരി വെളുത്തുള്ളി ഒന്ന് നല്ല രീതിയിൽ ചതച്ച് അതിൻ്റെ നീര് മാത്രമായിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കി ഇതിൽ മാവ് കുഴയ്ക്കുന്നതിൽ ചേർത്ത് കൊടുത്താലും നമ്മുടെ പക്കാവടയ്ക്ക് ആ ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കിട്ടുമേ. ഇതുപോലെ നമ്മൾ പിച്ചിട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ പക്കാവടയുടെ അച്ചുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുമേ. ഇതിപ്പോൾ നമ്മൾ പക്കാവടയുടെ അച്ചല്ല, അതുകൊണ്ട് ചെറിയൊരു എന്തോ വരും, എങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് പക്കാവട ചെയ്തെടുക്കാനും പറ്റുമേ. അങ്ങനെ ഒരു സൈഡൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണമേ. മറിച്ചിട്ട് കൊടുത്ത് വേണം നമ്മളത് കോരിയെടുക്കാൻ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പക്കാവട ടേസ്റ്റ് തന്നെ മാറിപ്പോവേ. അതുപോലെ തന്നെ നമ്മൾ കോരി എടുത്ത് കഴിഞ്ഞിട്ട് ഇരുന്നും ഒരു മൂപ്പുണ്ട്. നമ്മുടെ മുറുക്കിനെയൊക്കെ പോലെ ഇരുന്നും ഈ ഒരു പക്കാവട മൂത്ത് വരും. ഈ ഒരു രീതിയിലാണ് നമ്മൾ കോരിയെടുക്കേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഒരു പാടുമില്ലാത്ത ഒരു പലഹാരമാണ് ഈ മുറുക്കും ഈ പക്കാവടയൊക്കെ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവേ. ഇതൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിൽ നല്ലത് നമ്മളെ വീട്ടിൽ തന്നെ ഇത് ചെയ്ത് കഴിച്ചാൽ നല്ലതായിരിക്കും, നല്ല ഹെൽത്തി ആയിരിക്കും. നമ്മൾ തന്നെ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏത് ഓയിൽ എടുക്കുന്നതെന്നും എങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്കതറിയാം. അന്നേരം നല്ല അതായിരിക്കും വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അതും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ പക്കാവട. പക്കാവടയ്ക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി ഇച്ചിരി നമ്മളിപ്പം കാശ്മീരി ചില്ലി നമ്മൾ 2 സ്പൂണാണ് ചേർത്തത്. അന്നേരം 1 സ്പൂൺ കാശ്മീരി ചില്ലിയും 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം ഞാൻ പക്കാവട ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നമ്മളിതൊന്ന് എണ്ണയിലൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും നമ്മൾ പക്കാവട പൊരിച്ച് കിട്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ഇതൊരു വലിയൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഒരു പരന്നൊരു പാത്രം എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞാനിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് ഇതേ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുമേ. ഇതുപോലൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്ത് വെച്ചാൽ കുറേ ദിവസം ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വന്നാലും അവർക്ക് ഇഷ്ടപ്പെട്ട തരം സ്നാക്സ് തന്നെയാണ് ഈ പക്കാവടയൊക്കെ. ഇതുപോലെ ഒരു എയർ ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിനകത്ത് നമ്മൾ ഇത് അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഇത് ഇഷ്ടാനുസരണം കഴിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ കഴിക്കാൻ എടുക്കാവുന്നതാണ്. വളരെ എളുപ്പം തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. ഒരു പാടുമില്ലാത്തൊരു പലഹാരമാണ് ഈ പക്കാവട നമ്മൾ ചെയ്തെടുക്കാവുന്നതിന്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. റൈസ് പൗഡർ ആയാലും കടലമാവ് മാത്രമേ ഉള്ളൂ ഇതിൽ പ്രത്യേകം നമ്മൾ ചേർക്കുന്നത്, വേറൊന്നും അഡീഷണൽ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് പൊടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന ആ ഒരു വെളുത്തുള്ളിയും ഫ്രൈ ചെയ്ത് വെച്ചില്ലേ അതും കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു വെളുത്തുള്ളി ഒന്ന് പൊടിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. അന്നേരം നല്ല മണമായിരിക്കും. പിന്നെ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ് ഇത്. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.